നിയമവിരുദ്ധമായി തോക്ക് വാങ്ങിയതിനും നികുതി വെട്ടിപ്പ് നടത്തിയെന്ന കേസിൽ മകന് മാപ്പ് നൽകിയതോടെ ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇടപെടില്ല എന്ന തന്റെ വാഗ്ദാനം പാലിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് കഴിയാതെ പോയി. പക്ഷേ 2022 ഡിസംബറിൽ അമേരിക്ക ആഫ്രിക്ക ഉച്ചകോടിയിൽ അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡം സന്ദർശിക്കുമെന്ന് നേതാക്കൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ ഒടുക്കം തയ്യാറായി. അതും തന്റെ പ്രസിഡന്റ് പദവി ഒഴിയാൻ നാളുകൾ മാത്രം ബാക്കി നിൽക്കെ. തന്റെ പ്രസിഡൻഷ്യൽ കാലാവധി അവസാനിരിക്കെ ഇതാദ്യമായാണ് ബൈഡൻ ആഫ്രിക്ക സന്ദർശനം നടത്തുന്നത്. പശ്ചിമാഫ്രിക്കൻ ദ്വീപായിട്ടുള്ള കാബോ വെർഡയിലാണ് ബൈഡൻ ആദ്യം എത്തുന്നത്. തുടർന്ന് അന്ന് തന്നെ അങ്കോളയിലേക്ക് പോയി. 2015 ബറാക് ഒബാമ കെനിയയിലും എത്യോപ്യയിലും സന്ദർശനത്തിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആഫ്രിക്കയിലേക്കുള്ള ആദ്യ യാത്രയായിരുന്നു ഇതെന്ന് വേണം പറയാൻ. പടിഞ്ഞാറൻ മാധ്യമ ആഫ്രിക്കയിലെ സുസ്ഥിരമായിട്ടുള്ള ചുരുക്കം ജനാധിപത്യ രാജ്യങ്ങളിലൊന്നും അമേരിക്കൻ സഖ്യകക്ഷിയുമായി കാബോ വെർഡെ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ബൈഡൻ മാറുകയും ചെയ്തു. ഇതൊരു ചരിത്രം കൂടിയാണ്. എണ്ണസമ്പന്നമായിട്ടുള്ള രാജ്യവും മുൻ പോർച്ചുഗീസ് കോളനിയും അമേരിക്കയുടെ വളർന്നു വരുന്ന പങ്കാളിയും ആയ അങ്കോളയുടെ കാര്യത്തിലും ഇതേ സ്ഥിതി തന്നെയാണുള്ളത്. അമേരിക്കൻ പിന്തുണയുള്ള റെയിൽവേ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കുക എന്ന ലക്ഷ്യവും ഈ 3 ദിവസത്തെ യാത്ര ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ആഫ്രിക്കൻ യൂണിയനെ G20 ഫോറത്തിലേക്ക് ചേർക്കുകയും ഉണ്ടായിരുന്നു. ആഫ്രിക്ക ക്രമേണ ഗ്ലോബൽ സൗത്ത് ആഖ്യാനത്തിൽ നയിക്കപ്പെടുന്നതും പാശ്ചാത്യ വിരുദ്ധ അല്ലെങ്കിൽ നവകോളനിസം വിരുദ്ധ വികാരങ്ങൾ അവിടെയും ഉയർന്നു വരുന്നതായും കാണാം. അതേസമയം തന്നെ ചൈനയുടെ കാൽപ്പാടുകൾ ഈ മണ്ണിൽ ഗണ്യമായി വളരുകയാണ്. ആഫ്രിക്കൻ സന്ദർശിക്കാൻ ബൈഡൻ കണ്ടെത്തിയത് ഇതേ കാലയളവിലാണെന്ന വസ്തുതയും കാണാതെ പോകാൻ പാടില്ല. അല്ലാത്ത പക്ഷം ആഫ്രിക്കയെ അല്ലെങ്കിൽ വികസ്വര ലോകത്തെ പൊതുവെ നിസ്സാരമായി കാണാറുള്ള അമേരിക്ക അതിന്റെ മേധാവിത്വ മനോഭാവം ഇവിടെ എത്രത്തോളം ഉപേക്ഷിച്ചു എന്നത് ഈ സാഹചര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നതുമാണ്. ഇനി ബൈഡന്റെ സന്ദർശന വേളയിൽ പോലും ഹണ്ടറിന്റെ മാപ്പപേക്ഷ അമേരിക്കയിൽ വലിയ വിവാദമായി തുടരുകയാണ്. അതേസമയം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുങ് യോളിന്റെ സൈനിക നിയമം പ്രഖ്യാപിക്കാനുള്ള അപ്രതീക്ഷിത നീക്കവും പാർലമെന്റിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിലുള്ള പിൻവാങ്ങലും എല്ലാം അമേരിക്കൻ ഭരണകൂടത്തിന് തലവേദനയായിട്ടുണ്ട്. എന്നാൽ ഈ സന്ദർശനത്തിന് ശേഷം കേപ്പ് വെർദിയിലായിരിക്കെ തന്നെ UN സുരക്ഷാ കൗൺസിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് 2 സ്ഥിരം സീറ്റുകൾ ലഭിക്കാനുള്ള തന്റെ പിന്തുണ ബൈഡനും ആവർത്തിച്ചിരുന്നു. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നത് കണ്ടറിയുക തന്നെ വേണം. നിർണായക ധാതുക്കളുടെ കാര്യത്തിൽ അമേരിക്കയുടെയും ചൈനയും തമ്മിലുള്ള മത്സരം ശക്തമാണ്. ആഫ്രിക്കയുടെ വിഭവങ്ങളിൽ ചൈനയ്ക്ക് കാര്യമായിട്ടുള്ള നിയന്ത്രണവുമുണ്ട്. വ്യാപാരം, സുരക്ഷ, മാനുഷിക സഹായം എന്നിവയുടെ അല്ലെങ്കിൽ അമേരിക്ക പരമ്പരാഗതമായി ആഫ്രിക്കയുമായിട്ട് ഇടപഴകുന്നതാണ്. 800 മൈൽ റെയിൽവേ നവീകരണം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇൻഡിനേഷൻ സമാനമായിട്ടുള്ള തന്ത്രപരമായുള്ള മാറ്റത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്കോള തുറമുഖങ്ങളെ മധ്യ ആഫ്രിക്കയിലെ ധാതു സമ്പന്നമായിട്ടുള്ള പ്രദേശങ്ങളോ അല്ലെങ്കിൽ കോങ്കോ, സാംബിയ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഏകദേശം 2000 കിലോമീറ്റർ ട്രെയിൻ ലൈനുകൾ നവീകരിക്കാൻ ഒരു ഇടനാഴി സൃഷ്ടിക്കുന്ന പദ്ധതിയിൽ അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നാണ് ഈ നിക്ഷേപം നടത്തുന്നത്. ഉയർന്നു വരുന്ന വൈദ്യുതി സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കൻ നേതൃത്വം സ്ഥാപിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചേക്കാവുന്ന കൊബാൾട്ട്, ചെമ്പ് അല്ലെങ്കിൽ മറ്റ് നിർണായക ഭൗതിക അല്ലെങ്കിൽ സമ്പന്നമായിട്ടുള്ള മേഖലകളിലേക്ക് ഈ ഇടനാഴി അമേരിക്കയ്ക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നവീകരിച്ച ഈ റെയിൽവേ പാതകൾ കൂടുതൽ പ്രയോജനം ചെയ്യുക അത് നിർമ്മിക്കാൻ പണം മുടക്കുന്നയാൾക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ രണ്ടാമതൊരു സംശയത്തിന്റെ കാര്യമില്ല. ആഫ്രിക്കയിൽ ഒരു സിറ്റിംഗ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന ഈ ഒരു സന്ദർശനം പ്രധാനമായും ഒരു തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നത്. ഗ്ലോബൽ സൗത്തിന്റെ ഉയർച്ചയിൽ ഇതിലൊരു സുപ്രധാന വസ്തുതയുമുണ്ട്. ആഫ്രിക്കയിലോ ഏഷ്യയിലോ ഉള്ള വികസ്വര രാജ്യങ്ങളെ കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിൽ ഇതുപോലൊരു ആഗോള ശക്തിക്കും നിസ്സാരമായി തള്ളിക്കളയാൻ കഴിഞ്ഞിട്ടില്ല. ആഗോള നേതൃത്വത്തിനായിട്ടുള്ള പോരാട്ടം അധികാരത്തിലിരിക്കുന്ന ഏതൊരു സൂപ്പർ പവർ ആയാലും അതിന്റെ വരുതിക്കുള്ളിൽ ആഫ്രിക്ക ഉണ്ടായിരിക്കണം. വൈകിയെങ്കിലും അനിവാര്യമായിട്ടുള്ള ബൈഡന്റെ ഈ ഒരു സന്ദർശനം ഇതിന് തെളിവാണ്. എന്നാൽ ഈ ഒരു യാത്ര ഒരു കപ്പ് പഞ്ചസാര അനന്തമായ സമുദ്രത്തിൽ ചേർക്കുന്നത് പോലെയാണ് എന്നും പറയാതെ വയ്യ. ആഫ്രിക്കയെ തങ്ങളുടെ വശത്ത് നിലനിർത്തുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇനിയും വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമുണ്ട്. ആഫ്രിക്കയിൽ അമേരിക്ക എല്ലാമാണെന്ന് പ്രസ്താവിച്ചാൽ മാത്രം പോരാ, വസ്തുനിഷ്ഠമായിട്ടുള്ള ഫലങ്ങളാൽ അതിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. അതിന് സ്വയം ലാഭവും ആഗോള ആധിപത്യവും ഉറപ്പാക്കാനുള്ള പൊള്ളയായ പ്രതിബദ്ധതകളും തന്ത്രപരമായിട്ടുള്ള പദ്ധതികളുമല്ല, മറിച്ച് ഭൂഖണ്ഡത്തെയും അതിലെ ജനങ്ങളെയും സാമ്പത്തിക വളർച്ചയ്ക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനും യഥാർത്ഥമായി സഹായിക്കുന്നതിന് നവകൊളോണിയൻ പ്രവണതകളിൽ നിന്ന് പുറത്തെടുക്കേണ്ടി വരും എന്നതും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്.